ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഫൈസൽ സാറാണ്. നമ്മുടെ ക്രിസ്മസ് എക്സാമിനേഷൻ എത്തിയിരിക്കുകയാണ്. അതിന്റെ ഫസ്റ്റിലെ എക്സാം എന്ന് പറയുന്നത് തന്നെ സോഷ്യൽ സയൻസ് ആണ്. സോഷ്യൽ സയൻസ് എന്ന് കേൾക്കുന്ന സമയത്ത് തന്നെ മക്കൾക്ക് പേടിയാണ്. കാരണം എന്താ, ഒരുപാട് ചാപ്റ്റേഴ്സുകൾ പഠിക്കാനുണ്ട്, ഒരുപാട് ഭാഗങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. ഹിസ്റ്ററി വേറെ, ജിയോഗ്രഫി വേറെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് ഭാഗങ്ങളുണ്ട്. അതേ സമയമാണെങ്കിലോ നിങ്ങളുടെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് പുതിയ ടെക്സ്റ്റ് ബുക്ക് ആണ്, പഴയ ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല, കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുന്ന ഒരു സമയമായിരിക്കും മക്കളെ. അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പൊ മുതൽ നിങ്ങൾക്ക് ചെറിയ ചെറിയ ഷോർട്ട് വീഡിയോസുകൾ എല്ലാം തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. കൂടാതെ തന്നെ മാരത്തോണുകൾ ഉണ്ട്, അതുപോലെ തന്നെ ഫുൾ ചാപ്റ്റർ റിവിഷൻസുകൾ ഇവിടെ നടക്കുന്നുണ്ട്. എല്ലാം കൊണ്ടും നമ്മുടെ സോഷ്യലിന്റെ 3 പേര്, നമ്മുടെ അമീൻ സാറ്, ജേസി സാറ്, അതുപോലെ തന്നെ ഞങ്ങൾ 3 പേരും ആക്ച്വലി ഫുൾ സെറ്റ് ആയിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് ഇപ്പോൾ വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ഓരോ ഭാഗങ്ങൾ, നിങ്ങൾക്ക് ഏതൊക്കെ ഭാഗങ്ങളാണ് കൃത്യമായിട്ട് പഠിക്കേണ്ടത്, ആദ്യം ഏത് പഠിക്കണം, അത് കഴിഞ്ഞിട്ട് ഏത് പഠിക്കണം എന്ന ഓർഡറിൽ തന്നെ ആക്ച്വലി നിങ്ങൾക്ക് എന്ത് ചെയ്യും, വീഡിയോസുകളെല്ലാം തന്നെ റെഡി ആക്കിയിട്ട് നമ്മൾ തരുന്ന കേട്ടോ. സോ ആക്ച്വലി ഞാൻ ആദ്യം തന്നെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ എക്സാമിനേഷന് മേ ബി ഒരു എസ്എ ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ വരാൻ സാധ്യതയില്ല. അതല്ല എങ്കിൽ ഒരു 4 മാർക്കിന്റെ 2 ക്വസ്റ്റ്യനുകളൊക്കെ വരാൻ സാധ്യതയില്ല. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഞാൻ ആക്ച്വലി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ദാറ്റ് ഈസ് നാഷണൽ ഇൻകം എന്ന് പറയുന്ന, ദേശീയ വരുമാനം എന്ന് പറയുന്ന ഭാഗമാണ് ആക്ച്വലി ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്തത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. പരീക്ഷയ്ക്ക് ഉറപ്പാണ് ക്വസ്റ്റ്യൻ ചോദിക്കും. എല്ലാവർക്കും പല ആളുകളും കൺഫ്യൂഷനുകളൊക്കെ വരുന്ന ഭാഗമാണ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ആക്ച്വലി ഇങ്ങനെ പറയാം. നാഷണൽ ഇൻകം എന്ന് പറഞ്ഞാൽ, ദേശീയ വരുമാനം എന്ന് പറഞ്ഞാൽ നമുക്ക് ആക്ച്വലി ഇങ്ങനെയാണ് പറയാൻ പറ്റുക. The national income is the sum total of money value of all final goods and services produced in an accounting year. ഈ അക്കൗണ്ടിങ് ഇയറിനെ വേണമെങ്കിൽ മാറ്റിയിട്ട് നിങ്ങൾക്ക് എന്ത് പറയാൻ തരുമോ, ഇന്ന ഫിനാൻഷ്യൽ ഇയർ എന്ന് വേണമെങ്കിൽ പറയാട്ടോ. ഒരു ഫിനാൻഷ്യൽ ഇയർ, ഒരു അക്കൗണ്ടിങ് ഇയറിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന the sum total of money value of all final goods and services, എല്ലാ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസിന്റെയും പ്രൈസസിനെ കൂട്ടുന്നതിനെ വിളിക്കുന്ന പേരാണ് നമ്മുടെ നാഷണൽ ഇൻകം എന്ന് പറയാം. നമ്മുടെ ഒരു രാജ്യത്തിന്റെ ഉള്ളിൽ, ഒരു രാജ്യത്തിനകത്ത് എന്ത് ചെയ്യുന്നു, ഈ വർഷം ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ എന്ത് ചെയ്യുന്നു, ഉൽപ്പാദിപ്പിക്കുന്ന, ക്രിയേറ്റ് ചെയ്യുന്ന, പ്രൊഡ്യൂസ് ചെയ്യുന്ന എല്ലാ വസ്തുക്കളുടെയും പ്രൈസസിനെ കൂട്ടിയാൽ നമുക്ക് ആക്ച്വലി എന്ത് കിട്ടും, ആ രാജ്യത്തിന്റെ നാഷണൽ ഇൻകം കിട്ടും. നമ്മുടെ വീട്ടിലെ ഇൻകം എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ അച്ഛന്റെയും നമുക്ക് ജോലിയുടെയും നമ്മുടെ വരുമാനവും നമ്മുടെ അമ്മയുടെ വരുമാനം എല്ലാവരുടെയും കൂടെ കൂട്ടുന്നതല്ലേ. അതുപോലെ തന്നെ രാജ്യത്തിനകത്തുള്ള എന്തൊക്കെ കാര്യങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടോ അതിന്റെ എല്ലാത്തിന്റെയും കൂടെ പ്രൈസസ് കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും, ആ രാജ്യത്തിന്റെ നാഷണൽ ഇൻകം കിട്ടും. അവിടെ 1 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇൻ അക്കൗണ്ടിങ് ഇയർ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഫിനാൻഷ്യൽ ഇയർ അഥവാ ഒരു സാമ്പത്തിക വർഷം എന്ന് പറഞ്ഞാൽ എന്താണ്? സാമ്പത്തിക വർഷം എന്ന് പറയുന്നത് ആക്ച്വലി മക്കളെ പഠിച്ചിട്ട് വെച്ചോ, നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിട്ട് വെച്ചോ, അത് ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ് ഒരു ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത്. ഒരു ഫിനാൻഷ്യൽ ഇയർ ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത് എന്താണ്, ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 ആണ്. നിങ്ങൾ ആലോചിച്ച് നോക്കാൻ എളുപ്പമാണ്. ഏപ്രിൽ ഫൂളിന്റെ ഡേറ്റ് ആലോചിച്ച് നോക്കിയാൽ മതി. ഏപ്രിൽ 1 തീയതി അല്ല സ്റ്റാർട്ട് ചെയ്യാം. അതിന് തൊട്ട് മുമ്പത്തെ മാസം മാർച്ച് 31 തീയതി വരെയാണ് എന്ത് ചെയ്യുന്നത്, ഒരു ഫിനാൻഷ്യൽ ഇയർ, ഒരു സാമ്പത്തിക വർഷം എന്ന് പറയുന്നത്. സോ അത് കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു ഭാഗമാണ് ഇമ്പോർട്ടൻസ് ഓഫ് മെഷറിംഗ് നാഷണൽ ഇൻകം. ദേശീയ വരുമാനം കണക്കാക്കുന്നതിന്റെ പ്രാധാന്യം എന്തെല്ലാമാണ്. ഇത് പരീക്ഷയ്ക്ക് ആക്ച്വലി ക്വസ്റ്റ്യൻ ചോദിക്കുക. ഒരു 4 മാർക്കിലേക്ക് ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പൊ എത്ര പോയിന്റ് നിങ്ങൾ പഠിക്കണം, ഒരു 4 പോയിന്റെങ്കിലും മിനിമം നിങ്ങൾ പഠിക്കേണ്ടതായിട്ടുള്ള ഭാഗമാണ് ഇമ്പോർട്ടൻസ് ഓഫ് മെഷറിംഗ് നാഷണൽ ഇൻകം. അതിൽ ഫസ്റ്റിലാണ് ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദ എക്കണോമിക് ഗ്രോത്ത് ഓഫ് ദ കൺട്രി. രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ രാജ്യത്തിന്റെ ഒരു നാഷണൽ ഇൻകം കണക്കാക്കിയാൽ, ദേശീയ വരുമാനം കണക്കാക്കിയാൽ മാത്രമേ ഈ രാജ്യം വളർന്നുകൊണ്ടിരിക്കുന്നുണ്ടോ, കഴിഞ്ഞ കൊല്ലം എത്ര ഉണ്ടായിരുന്നു, ഇപ്പോഴത്തെ വർഷം എത്രയുണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ ക്യാൻ അസസ് ദ കോൺട്രിബ്യൂഷൻ ഓഫ് ഡിഫറെന്റ് സെക്ടേഴ്സ്. വിവിധ മേഖലകളുടെ സംഭാവനകൾ വിലയിരുത്താൻ. പ്രൈമറി സെക്ടർ, സെക്കൻഡറി സെക്ടർ, ടെർഷ്യറി സെക്ടർ, പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല, തൃതീയ മേഖല. ഈ 3 മേഖലകളിൽ നിന്ന് ഏതൊക്കെ ഭാഗങ്ങളിൽ നിന്നാണ് എത്രത്തോളം വരുമാനങ്ങൾ വരുന്നതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ. ക്യാൻ ഹെൽപ്പ് ദ ഗവൺമെന്റ് ടു പ്ലാൻ ഇംപ്ലിമെന്റ് വേരിയസ് പ്രൊജക്ട്സ്. ഗവൺമെന്റ് പുതിയ പദ്ധതികളും പരിപാടികളും നടപ്പിലാക്കാൻ വേണ്ടി സഹായിക്കും. അതുപോലെ തന്നെ ക്യാൻ കമ്പയർ ദ എക്കണോമിക് സ്റ്റാറ്റസ് ഓഫ് ദ കൺട്രി. രാജ്യങ്ങളുടെ സാമ്പത്തിക സ്ഥിതി താരതമ്യം ചെയ്യാൻ. നമ്മുടെ ഇന്ത്യ എത്രത്തോളം വളരുന്നുണ്ട്, ഇതേസമയം മറ്റ് രാജ്യങ്ങളുടെ വളർച്ച എങ്ങനെയാണ്, നമ്മുടെ ഇന്ത്യക്ക് ഡെവലപ്മെന്റ് ഉണ്ടാവുന്നില്ലേ, ഈ കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്താൽ മനസ്സിലാക്കാൻ പറ്റും. ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെൻഡിച്ചർ ഓഫ് ദ പീപ്പിൾ. രാജ്യത്തെ ജനങ്ങളുടെ വിവിധ തരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റ്സ്, നിക്ഷേപങ്ങളും ചെലവുകളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കി എടുക്കാൻ പറ്റും. സോ ഇത് ഞാൻ ഒരുപാട് പോയിന്റ്സുകൾ ഇവിടെ തന്നിട്ടുണ്ട്. ഇതിൽ എന്റെ മക്കൾ മിനിമം എന്ത് ചെയ്യാം, ഒരു 4 പോയിന്റ്സുകളെങ്കിലും പഠിച്ചിട്ട് വെക്കാം. 4 പോയിന്റ്സ് നിർബന്ധമായിട്ട് പഠിച്ചു വെക്കാം. അടുത്തതാണ് what are the methods of measuring national income. ദേശീയ വരുമാനം കണക്കാക്കുന്ന രീതികൾ ഏതൊക്കെയാന്നുള്ളത്. ദേശീയ വരുമാനം കണക്കാക്കുന്ന ആക്ച്വലി 3 രീതികളാണുള്ളത്. ഒന്ന് പ്രൊഡക്റ്റ് മെത്തേഡ്, 2 ഇൻകം മെത്തേഡ്, 3 എക്സ്പെൻഡിച്ചർ മെത്തേഡ്. അഥവാ ഉൽപ്പന്ന രീതി, വരുമാന രീതി, ചെലവ് രീതി എന്ന് പറയുന്ന 3 മെത്തേഡുകളാണ് ആക്ച്വലി എന്ത് ചെയ്യാറുള്ളത്, നാഷണൽ ഇൻകം നമ്മൾ കണക്കാക്കാറുള്ളത്. ഇതിന്റെ 3ന്റെയും ഇക്വേഷൻസും ഡീറ്റെയിൽസുകളും നമ്മൾ പഠിച്ചു വെക്കണം. ഇപ്പൊ ഇതിന്റെ ഇക്വേഷൻ പ്രൊഡക്റ്റ് മെത്തേഡ്, അതിന് എത്ര വസ്തുക്കൾ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്.
എത്ര സാധനങ്ങൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, അതിന്റെ പ്രൈസസ് കൂട്ടാം. ഉദാഹരണത്തിന് ഒന്നാമത്തെ വസ്തു നമ്മൾ X1 എന്ന് വിളിച്ചു, രണ്ടാമത്തെ വസ്തു നമ്മൾ X2 എന്ന് വിളിച്ചു, മൂന്നാമത്തെ വസ്തു നമ്മൾ X3 എന്ന് വിളിച്ചു. അങ്ങനെ എത്ര എണ്ണം നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് നമുക്കറിയോ ഇല്ല. അപ്പൊ കുറെ കുത്തിട്ടിട്ട് നമ്പർ ഓഫ് XN എന്നുവെച്ചാൽ എത്ര XN ഉണ്ടോ, ഒരു 10,000 ആ വസ്തുക്കളുടെ XN എത്രയായിരിക്കും, 10,000 ആയിരിക്കും. ഈ എല്ലാ വസ്തുക്കളുടെയും കൂടെ പ്രൈസസ് കൂട്ടിയാൽ നമുക്ക് കിട്ടുന്നതാണ് പ്രൊഡക്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. അതേസമയം രണ്ടാമത് പറയുന്ന ഇൻകം മെത്തേഡ് എന്ന് പറയുന്നത്, ഇൻകം മെത്തേഡ് നമുക്കറിയാം ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, ഉൽപാദക ഘടകങ്ങൾ. ഈ ഉൽപാദക ഘടകങ്ങൾ കൊടുക്കുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ്? റെന്റ്, ലാൻഡിന് കൊടുക്കുന്ന റെന്റ് ആണ്, ഭൂമിക്ക് കൊടുക്കുന്ന എന്താണ്, പാട്ടമാണ്, റെന്റ് ആണ്. അതുപോലെ തന്നെ ലേബറിന് കൊടുക്കുന്ന വേജ് ആണ്. അതേസമയം ക്യാപിറ്റലിന് കൊടുക്കുന്ന ഇൻട്രസ്റ്റ് ആണ്. അതേസമയം ഓർഗനൈസേഷന് കൊടുക്കുന്ന പ്രോഫിറ്റ് ആണ്. ഇവയെല്ലാം കൂടെ കൂട്ടുന്നത്, ഇതാണ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷന്റെ ഉൽപാദക ഘടകങ്ങളുടെ വരുമാനങ്ങൾ എന്ന് പറയുന്നത്. ഇത് കൂട്ടുന്നതിനാണ് ഇൻകം മെത്തേഡ് എന്ന് പറയാം. അതേസമയം എക്സ്പെൻഡിച്ചർ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റും, നമ്മുടെ ചെലവുകളെ C എന്ന് പറയും, കൺസംഷൻ എക്സ്പെൻഡിച്ചർ, ഉപഭോഗ ചെലവ് എന്ന് പറയും. നമ്മുടെ കയ്യിലുള്ള പണം നമ്മൾ എന്ത് ചെയ്തു, കുറെ നമ്മൾ ഒരു 1,00,000 രൂപ എന്റെ കയ്യിൽ പണമുണ്ട്, അതിലൊരു 70,000 രൂപ ഞാൻ ചെലവാക്കുകയാണ്, അത് C ആണ്, കൺസംഷൻ എക്സ്പെൻഡിച്ചറാണ്. ബാക്കിയുള്ളതിനെ ഞാൻ സേവ് ചെയ്ത് വെക്കുന്നു, അത് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെൻഡിച്ചർ എന്ന് പറയും, I എന്ന് പറയും. അതേസമയം ഗവൺമെന്റ് കുറെ ചെലവാക്കുന്നുണ്ടാവും രാജ്യത്തിന് വേണ്ടി, അത് നമ്മൾ G എന്ന് പറയും, ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ എന്ന് പറയും. ഇവിടെയാണ് പിന്നെ അടുത്തൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, പ്ലസ് ഇട്ടതിന് ശേഷം ഒരു ബ്രാക്കറ്റ് ഇടാം. ബ്രാക്കറ്റ് ഇട്ട് നമ്മൾ എഴുതാനുള്ളതാണ് X മൈനസ് M. X മൈനസ് M എന്ന് പറഞ്ഞാൽ, X എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ട്, സോറി X എന്ന് പറഞ്ഞാൽ എക്സ്പോർട്ട് കേട്ടോടാ, മാറിയതാണ്, ഇമ്പോർട്ട് അല്ല കേട്ടോ. X എന്ന് പറഞ്ഞാൽ ഏതാണ്, എക്സ്പോർട്ട് എന്ന് വെച്ചാൽ നമ്മുടെ രാജ്യത്ത് നിന്ന് മറ്റു രാജ്യത്തേക്ക് കയറ്റുമതി ചെയ്യുന്നതിനാണ് X എന്ന് പറയാം. M എന്ന് പറഞ്ഞാൽ എന്താണ്, ഇമ്പോർട്ട്. അഥവാ എക്സ്പോർട്ടിന് ഇമ്പോർട്ട് കുറച്ചാൽ നമുക്ക് എന്ത് ചെയ്യും, ആക്ച്വലി ഒരു അറ്റ വരുമാനം കിട്ടും, അതിനെയാണ് ഇന്ന് വിളിക്കാം. ഇതിന്റെ മൂന്നിന്റെയും ഡീറ്റെയിൽസുകൾ പഠിക്കണം. ഈ മൂന്നിന്റെയും ഡീറ്റെയിൽസ് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ മാരത്തോൺസിൽ നമ്മൾ ആക്ച്വലി ഡിസ്കസ് ചെയ്യും. കാരണം ഇത് അത്യാവശ്യം നേരം വെച്ചിട്ട് ഡീറ്റെയിൽ ചെയ്തിട്ട് പറയാനുള്ളതാണ്. നിങ്ങൾക്ക് ജസ്റ്റ് ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നുള്ളൂ, ഇക്വേഷൻസ് മാത്രമേ പറഞ്ഞിരുന്നുള്ളൂ. കാരണം ടെക്സ്റ്റ് ബുക്കൊക്കെ വായിച്ചിട്ടുള്ള കുട്ടികളാണ്, നമ്മുടെ ലൈവുകളൊക്കെ കണ്ട മക്കളാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഇത് കണ്ടാൽ തന്നെ മനസ്സിലാവും. പക്ഷെ അതേസമയം ഒന്നും ഇതുവരെ അറിയാത്ത കുട്ടികളാണെന്നുണ്ടെങ്കിൽ മാരത്തോൺ നിർബന്ധമായിട്ടും കാണണം. അവിടെ നമ്മൾ ഇതിന്റെ ഡീറ്റെയിൽ ചെയ്തിട്ട് എന്ത് ചെയ്യാണ്ട് നമുക്ക് പറയാനുണ്ട്. സോ ഇങ്ങനെ 3 മെത്തേഡുകൾ. അത് കഴിഞ്ഞാൽ അടുത്തായിക്കാണ്ട് ഇവിടുന്ന് വരാവുന്ന ഒരു ചോദ്യമാണ് നമ്മുടെ ലിമിറ്റേഷൻസ് ഓഫ് മെഷറിംഗ് നാഷണൽ ഇൻകം. ദേശീയ വരുമാനം കണക്കാക്കുന്നതിന്റെ പരിമിതികൾ എന്തൊക്കെയാണ്? നമ്മൾ ആദ്യം പറഞ്ഞെന്തായിരുന്നു, നമ്മൾ അതിന്റെ ഇമ്പോർട്ടൻസ് ആയിരുന്നു. അതേസമയം ഇവിടെ എന്താ പറഞ്ഞത്, ലിമിറ്റേഷൻസ്, ആ പരിമിതികൾ. ഈ രണ്ടിൽ ഏതെങ്കിലും ഒന്നായിരിക്കും പരീക്ഷയ്ക്ക് ചെയ്യാറുള്ളത്, ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളത്. സോ ദ ഫസ്റ്റ് വൺ ഈസ് ലാക്ക് ഓഫ് ആക്യുറേറ്റ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ, കൃത്യമായ സ്ഥിതി വിവര കണക്കുകളുടെ അഭാവം, എന്നുവെച്ചാൽ കൃത്യമായ വിവരങ്ങൾ നമ്മുടെ നാട്ടിൽ കൊടുക്കാറില്ല എന്നുള്ളതാണ്. രണ്ടാമത്താണ് ചാൻസസ് ഫോർ ഡബിൾ കൗണ്ടിങ്ങിനുള്ള സാധ്യതകൾ കൂടുതൽ, എന്നുവെച്ചാൽ ഒരു വസ്തുവിന്റെ വില ഒന്നിലധികം പ്രാവശ്യം കൂട്ടാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ നമ്മുടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ട് സെൽഫ് കൺസംഷന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിച്ച സാധനങ്ങൾ, നമ്മൾ നിർമ്മിച്ച വസ്തുക്കൾ നമ്മൾ ഇതിൽ കാൽക്കുലേറ്റ് ചെയ്യാറില്ല. ഉദാഹരണം, വീട്ടിനുള്ളിൽ നമ്മൾ ഉണ്ടാക്കുന്ന പച്ചക്കറി തോട്ടങ്ങളൊന്നും ചെയ്യാറില്ല, കാൽക്കുലേറ്റ് ചെയ്യാറില്ല. അതുപോലെ തന്നെ വില നിശ്ചയിക്കാത്ത, നോട്ട് ഇൻക്ലൂഡിംഗ് പ്രൊഡക്ട്സ് ജസ്റ്റ് ലൈക്ക് ദ മോണിറ്ററി വാല്യൂ ഈസ് നോട്ട് ഡിറ്റർമൈൻഡ്. മണി വാല്യൂ കൂട്ടാത്ത, വില നിശ്ചയിക്കാത്ത സാധനങ്ങളുടെ വിലയും നമ്മൾ ഇത് കൂട്ടൂല. അതുപോലെ തന്നെ ഗാർഹിക ജോലി ചെയ്യുന്നവരുടെ വരുമാനം ഇത് കൂട്ടില്ല. നമ്മുടെ ഹൗസ് ഹോൾഡ്, നമ്മുടെ വീട്ടിൽ ജോലി ചെയ്യുന്ന ആളുകൾ ഉണ്ടാവില്ലേ, നമ്മുടെ അമ്മയൊക്കെ ഉണ്ടാവില്ലേ, അവരുടെ ജോലി ഒന്നും എന്താറില്ല, ആക്ച്വലി ഇതിൽ കൂട്ടാറില്ല. സോ മക്കളെ, ആക്ച്വലി ഇത്രയേ ഉള്ളൂ ഈ ഒരു ഭാഗത്തിന്റെ ഉള്ളിൽ. നാഷണൽ ഇൻകം എന്ന് പറയുന്നത് ഇവിടുന്ന് ഒരു SC ഒക്കെ ആയിട്ട് വരാൻ സാധ്യതയുള്ളതാണ്. അതുകൊണ്ട് എന്റെ മക്കളെ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. ഇത് മനസ്സിലായില്ലേ? ഇതുപോലത്തെ വീഡിയോകൾ എന്ത് ചെയ്യും ഇനിയും വരുന്നതാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും ഭാഗങ്ങൾ ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ താഴെ ഒന്ന് കമന്റ് ഇട്ടാൽ മതി. ആ കമന്റ് ഞാൻ കൃത്യമായിട്ട് വായിക്കും. അതിനുള്ള വീഡിയോകളും അതുപോലെ തന്നെ ഷോർട്ട് വീഡിയോകളും എല്ലാമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ്. സോ തൽക്കാലത്തേക്ക് മാത്രം ടാറ്റാ, ബൈ, സീ യു ഓൾ. ബൈ, ഫൈസൽ കല്ലിടൽ. താങ്ക് യു.